ഹലോ, ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഇപ്പോൾ തണുപ്പൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ കമൻസിലും അതുപോലെ തന്നെ വാട്സപ്പിലും ഒക്കെ കാണാറുണ്ട്. ഈ ഒരു തണുപ്പ് സമയത്ത് ഭയങ്കരമായിട്ട് മുഖം ഡ്രൈ ആവണോ, പിന്നെ ഒരു എന്താ പറയുക, ഒന്ന് കല്യാണങ്ങൾക്കോ ഇതിനൊക്കെ പോകുമ്പോൾ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. അത്ര ഡ്രൈനെസ് ആണ് ഫേസിനെന്ന്. അപ്പോൾ നമുക്ക് ശരിക്കും ചിലർക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഡ്രൈനെസ് വിട്ടുമാറില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന നമുക്ക് അതിനുള്ള ഒരു അടിപൊളി ഒരു റെമഡിയാണ്. കാരണം ഒരു സീറമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലതുപോലെ ഫേസിന് ഒരു വ്യത്യാസം ഉണ്ടാവും. ഡ്രൈനെസ് ഒക്കെ മാറി നല്ല ഒരു ഷൈനിങ് തന്നെ മുഖത്തിന് കിട്ടും. അത് മാത്രമല്ല, ഈ ഒരു സമയത്ത് കണ്ണിനടിയിൽ ചുളിവുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെയാണ് ഡാർക്ക്നെസ്സും. അപ്പോൾ ഇതെല്ലാം ഒന്ന് മാറാനായിട്ട് നമുക്ക് ഒരു റെമഡിയിൽ തന്നെ, കാരണം ചിലർക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, പിന്നെ അതിന് ശേഷം പിന്നെ കണ്ണിനടിയിൽ അപ്ലൈ ചെയ്തൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഈ ഒരു സീറത്തിലൂടെ തന്നെ നമുക്ക് കണ്ണിന് ചുറ്റുമുള്ള പ്രോബ്ലം അതുപോലെ തന്നെ മുഖത്തിൻ്റെ സ്കിന്നിൻ്റെ എല്ലാത്തിൻ്റെ പ്രോബ്ലം നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കേട്ടോ. വീട്ടിൽ തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നമ്മുടെ എണ്ണ ഉപയോഗിച്ചതിന് ശേഷം അതുപോലെ തന്നെ ഫേസ് പാക്കൊക്കെ ഉപയോഗിച്ചതിന് ശേഷമുള്ള ഒരുപാട് നല്ല നല്ല റിവ്യൂസ് എനിക്ക് കിട്ടാറുണ്ട്. അപ്പം ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. കാരണം ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ അത് യൂസ് ചെയ്തതിന് ശേഷം ആൾക്കാർക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇനി ഒട്ടും താമസിപ്പിക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ആദ്യം എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി നീരാണ്. അപ്പം ഒരു തക്കാളി എടുത്തിട്ട് അത് മിക്സിയിൽ അടിച്ച് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ജ്യൂസ് കിട്ടും കേട്ടോ. അപ്പോൾ ടൊമാറ്റോ ജ്യൂസാണ് നമ്മളുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഓറഞ്ചാണ്. അപ്പോൾ ഒരു ഹാഫ് ഓറഞ്ചിൻ്റെ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് അരക്കൊന്നും വേണ്ട, അത് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ അതിൻ്റെ ജ്യൂസ് വരും. ഇപ്പോൾ സീസണൊക്കെയാണ്, ഒരുപാട് സുലഭമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു അര ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഹാഫ് സ്പൂൺ പപ്പായ പൗഡറാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള പപ്പായയാണ് ഉള്ളതെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയും പഴുത്ത പപ്പായയാണ് കേട്ടോ എടുക്കേണ്ടത്. നേരത്തെ ഞാനൊരു വീഡിയോയിൽ പപ്പായ പൗഡർ കാണിച്ചപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, പഴുത്ത പപ്പായയാണോ വേണ്ടത് അതോ പച്ച പപ്പായയാണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടത് പഴുത്ത പപ്പായയാണ്. അപ്പോൾ പപ്പായ പൗഡർ ഫ്രഷ് ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രഷ് പപ്പായ ഉണ്ടെങ്കിൽ തക്കാളിയും പപ്പായയും കൂടെ നന്നായിട്ട് അരിച്ചെടുത്താൽ മതി. അരിക്കുമ്പോൾ ഒരു കട്ടിയുള്ള ഇതായിട്ടും കിട്ടുന്നത്. അതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പൗഡർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആഡ് ചെയ്യുന്നത്. ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/4 സ്പൂൺ ഗ്ലിസറിനാണ്. അപ്പോൾ ചെറിയ സ്പൂണിന് 1/4 സ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾ ഗ്ലിസറിനാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു കുറച്ച് തിക്കായിട്ടുള്ള സീറമാണ് കേട്ടോ. ഒരുപാട് ലൂസായിട്ട് ഉള്ള രീതിയിലുള്ളതല്ല, ഒരു തിക്ക് സീറമാണ്. അപ്പോൾ ഇത്രയും മതി നമുക്ക് ഒരു 7 ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കേടാവും. അപ്പോൾ ഒരു 7 ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കുക. അപ്പോൾ കുറേശ്ശെ ഉണ്ടാക്കിയാൽ മതി. ക്രീം അല്ല, സീറമാണ്. അപ്പോൾ സീറം ആയതുകൊണ്ട് നമുക്ക് കുറേശ്ശെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 7 ഡേയ്സ് യൂസ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം ഇവിടെ പൗഡർ ആയതുകൊണ്ട് അത് അലിയാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. നിങ്ങൾ ഫ്രഷാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും ഒരു മിക്സിങ്ങിന് ഇത്ര ഒരു ഡിഫിക്കൽട്ടി വരില്ല. സോ അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് റൂം ടെമ്പറേച്ചറിൽ അധികം സൂക്ഷിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ നമ്മൾ ആദ്യത്തെ ഒരു ബാച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 7 ദിവസത്തേക്ക് നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ 7 ദിവസം കഴിയുമ്പോൾ അടുത്തത് ഉണ്ടാക്കിയാൽ മതി. തീരുന്നതിന് മുമ്പ് അടുത്തത് ഉണ്ടാക്കുക. പപ്പായ പൗഡറാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഫ്രഷ് പപ്പായ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ പപ്പായ പൗഡർ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് പപ്പായ കിട്ടുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് മിക്സിയിൽ അരച്ചതിന് ശേഷം നമുക്ക് അത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇനി അപ്ലൈ ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും നമ്മൾ ഫേസിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുഖം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. അത് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് മതി കേട്ടോ. അല്ലാണ്ട് ഫേസ് വാഷ് അങ്ങനെയുള്ളതൊന്നും ഇട്ട് ക്ലീൻ ചെയ്യേണ്ട. സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് മുഖം കഴുകിയതിന് ശേഷം, മുഖം തുടച്ചതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്നുകിൽ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ ഫേസിൽ വെച്ചിട്ട് കഴുകി കളയാം. ഈവൻ നിങ്ങൾക്ക് ഇത് നെക്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. നെക്കിലും അതുപോലെ തന്നെ കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാം. ചിലർക്ക് പിന്നെ ഈ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ടാവും. ആ ഒരു ഇതുള്ളതുകൊണ്ട് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ നമുക്ക് കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. വളരെ നല്ലതാണ്. സോ അപ്പോൾ എല്ലാവരും പിന്നെ കഴുകി കളഞ്ഞതിന് ശേഷം നിങ്ങൾ മോയ്സ്ചറൈസർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇതൊരു സിറമാണ്. നമ്മൾ സാധാരണ ഫേസ് പാക്കോ കാര്യങ്ങളോ ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് കഴുകിയതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്.
സോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഫ്രം സരിത.